കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ജിയോളജി വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രഗത്ഭമതികളായ ആളുകളെ വാർത്തെടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റാണ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ജിയോളജിയിൽ ഇവിടെ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കിയ ആളുകൾ ഇന്ന് വിരാജിക്കുന്നുണ്ട്. വളരെ മഹിതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ സംഭാവനകൾ നൽകുന്ന പൂർവ്വ വിദ്യാർത്ഥികളാൽ അനുഗ്രഹീതമായ ഈ കലാലയത്തിന്റെ എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 1957 സ്ഥാപിച്ച ഒരു കലാലയമാണിത്. അവിടെ നിന്ന് ആധുനിക കേരളത്തിന്റെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് താരതമ്യേന ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പരിമിതമായ കാസർഗോഡ് ജില്ലയിൽ മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ തലമുറകൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടാണ് ഈ കലാലയം മുന്നോട്ട് വന്നിട്ടുള്ളത്. വൈവിധ്യപൂർണമായ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ കലാലയ സമൂഹം ഏറ്റെടുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അത്യന്തം സന്തോഷവും അഭിമാനവുമുണ്ട്. ഇന്ന് ഇവിടെ നാം എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ജിയോളജി മ്യൂസിയവും 1 കോടി ചെലവിൽ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ലാബും ഈ കലാലയത്തിലെ സവിശേഷമായിട്ടുള്ള പാരമ്പര്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജിയോളജി കോഴ്സിന് പുതിയ ഒരു ഫേസ് ലിഫ്റ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഈ പ്രൊജക്ടുകളുടെ സാക്ഷാത്കാരത്തിന് കൈകോർത്ത് പിടിച്ച ഏവരെയും ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ജിയോളജി എന്ന് പറയുന്നത് വലിയ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് യഥാർത്ഥത്തിൽ. വിദേശത്തൊക്കെ ഒട്ടനവധി മികച്ച തൊഴിലവസരങ്ങൾ ജിയോളജിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കാലത്തിന് അനുസൃതമായ നിലയിൽ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തീർച്ചയായും ഉന്നതമായിട്ടുള്ള തൊഴിൽ സാധ്യതകളിലേക്കും ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ